ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 4th ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്, ഡേറ്റ അനാലിസിസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിലെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒരു 4-5 പഠിച്ചായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷനാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾക്കൊരു 4 പഠിക്കാനുണ്ട്. ആവറേജ്, മാക്സ്, മിൻ ആൻഡ് കൗണ്ട്. ഇങ്ങനെ 4 സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നമ്പറുകളുടെ ആവറേജ് എടുക്കുക. നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആവറേജ് കാണാനൊക്കെ. ദെൻ മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ. ദെൻ മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം നമ്പർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് നമ്പർ. ദെൻ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ്. അതാണ് ഈ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഉദ്ദേശിക്കുക. ദെൻ അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ആവറേജ് ഫങ്ഷൻ. ദെൻ ഇറ്റ് ഗീവ് ദ ആവറേജ് ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ്. കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നു, അല്ലെങ്കിൽ കുറച്ച് സെല്ലിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരു റേഞ്ചിൻ്റെ അഡ്രസ്സ് നമുക്ക് തന്നു. ആ റേഞ്ചിൽ അല്ലെങ്കിൽ ആ സെല്ലിൽ കിടക്കുന്ന വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു. ഏത് ഫംഗ്ഷൻ എഴുതുമ്പോഴും അതിൻ്റെ ആദ്യം നമുക്ക് കൊടുക്കേണ്ട സിമ്പിളാണ് ഈക്വൽ ടു സിമ്പിൾ. ദെൻ ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റിനകത്ത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എക്സെട്ര, ഓർ ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റിനകത്ത് റേഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സെൽ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ റേഞ്ചിനുള്ളിലുള്ള വാല്യൂസിൻ്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവറേജ് B4: B8. അപ്പോൾ B4 എന്നുള്ള സെല്ല് തൊട്ട് B8 വരെയുള്ള സെല്ല് വരെയുള്ള നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് തന്നെയാണ്. അപ്പം ഈ ക്ലാസ്സിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഒരു ആവറേജ്, അതായത് ഇതാണ് ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ 6 സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണ് ഈ കോളത്തിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഫംഗ്ഷൻ വിസാർഡ് കിടപ്പുണ്ട്. ഫംഗ്ഷൻ വിസാർഡ് എടുത്തു. കാറ്റഗറിയിൽ എന്ത് ചെയ്യണം? കാറ്റഗറിയിൽ നമുക്ക് ഏത് ഫംഗ്ഷനാണ്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുക. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ അത് ആദ്യമേ തന്നെ കിടപ്പുണ്ട്, ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദെൻ അതിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. ദെൻ നമ്പേഴ്സ്, നമ്പർ 1, നമ്പർ 2, നമുക്ക് റേഞ്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് ഈ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നു. അപ്പോൾ ഇതാ ഇത്രയും സെല്ല് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഈ സെല്ലിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കിടക്കുന്ന വാല്യൂസിൻ്റെ ആവറേജാണ് നമ്മൾ എടുക്കാനായിട്ട് പോവുക. അപ്പോൾ തന്നെ എത്രയും പാർട്ട് സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഷ്രിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ഈ ഫോർമുല ബാറിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ ഈക്വൽ ടു ആവറേജ് J2 to J7 എന്ന് പറഞ്ഞാൽ റേഞ്ചും കിടപ്പുണ്ട്. ദെൻ ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ദാ ഈ കിടക്കുന്ന പെർസെൻറ്റേജ് വാല്യൂസിൻ്റെ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സിൻ്റെ ആവറേജ് മാർക്കാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ആവറേജ് പെർസെൻറ്റേജ് ആണ് ഇവിടെ 64.44 എന്ന് പറഞ്ഞ വാല്യൂ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് മാക്സ് ഫംഗ്ഷൻ. ഇറ്റ് ഗീവ്സ് ദ മാക്സിമം ഓർ ലാർജസ്റ്റ് വാല്യൂ ഓഫ് എ ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് നമ്പേഴ്സിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മാക്സ് എന്ന് പറയുന്നത്. സിൻടാക്സ് ഈസ് ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എക്സെട്ര എത്ര നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈക്വൽ ടു മാക്സ് ബ്രാക്കറ്റിനകത്ത് റേഞ്ച് കൊടുക്കാം. അപ്പോൾ ആ റേഞ്ചിനകത്തുള്ള വാല്യൂസിൻ്റെ ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എക്സാമ്പിൾ മാക്സ് ഈക്വൽ ടു മാക്സ് B4: B8 നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് ഏതായിരുന്നു കിട്ടിയേ? ആവറേജ് ആയിരുന്നു കിട്ടിയത്. ഇത് ആവറേജ് വാല്യൂ ആണ് 64.44 കിട്ടിയിരിക്കുന്നത്. ദെൻ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പെർസെൻറ്റേജിൽ ഏറ്റവും ഹയസ്റ്റ് പെർസെൻറ്റേജ് ആർക്കാണ് അല്ലെങ്കിൽ ഏത് മാർക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ദെൻ ഫംഗ്ഷൻ വിസാർഡ് എടുത്തു. ഫംഗ്ഷൻ വിസാർഡിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ എടുത്തു. അതിനകത്ത് ഏതായിരുന്നു? മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ചു. ദെൻ അതിൻ്റെ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു.
ദെൻ റേഞ്ച് ഏതാ, ഇത് തന്നെയാണ് റേഞ്ച് വരിക. ദെൻ ഷ്രിങ്ക് ബട്ടനെ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അതിൻ്റെ റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാ 74.26 എന്ന് പറയുന്ന ഈ വാല്യൂ ആണ് മാക്സിമം വാല്യൂ ആയിട്ട് വന്നേക്കുക. അപ്പോൾ സെറ്റ് ഓഫ് നമ്പേഴ്സിലെ ലാർജസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദെൻ അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ മിൻ ഫംഗ്ഷൻ. Then it gives the minimum or smallest value of a given set of numbers. Syntax is equal to min number 1, number 2, number 3 or min equal to range. അപ്പോൾ ഇത് വളരെ മാക്സിമത്തിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ മിന്നും വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ മിനിമം കണ്ടുപിടിക്കാം. മിനിമം നമുക്ക് ഈ കോളത്തിൽ കണ്ടുപിടിക്കാം. ദെൻ ഫംഗ്ഷൻ വിസാർഡ് എടുത്തു, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. അവിടെ മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇത് ഈ ഫംഗ്ഷൻസിൻ്റെ ലിസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് കിടക്കുന്നത്, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സെലക്ട് ചെയ്തു, നമ്പേഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ റേഞ്ച് സെലക്ട് ചെയ്തു. ദെൻ ഷ്രിങ്ക് ബട്ടനെ ക്ലിക്ക് ചെയ്തു. ദെൻ എന്ത് ചെയ്യണം, ഓക്കെയിൽ പ്രസ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ ആണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറച്ച് വാല്യൂസ് അല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്കത് മിനിമം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ, പിന്നെ എന്തിനായി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ നമ്മളിവിടെ ഒരു 6 സ്റ്റുഡൻസിൻ്റെ വാല്യൂസാണ് മാർക്സാണ് ഇവിടെ നമ്മൾ ഈ വർക്ക്ഷീറ്റിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പം ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ 200, 300 അല്ലെങ്കിൽ 600, 1000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ള ഒരു ഡാറ്റ ഷീറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം മിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് ഒക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, മിനിമം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ, മാക്സിമം കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ ഈ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കോളത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇൻപുട്ട് ലൈനയിൽ അതിൻ്റെ ഫംഗ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ കോളത്തിൽ യൂസ് ചെയ്തേക്കുന്ന ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, നെക്സ്റ്റ് കോളത്തിൽ യൂസ് ചെയ്തേക്കുന്ന മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അടുത്ത കോളത്തിൽ യൂസ് ചെയ്തേക്കുന്ന മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ആവറേജും മിനിമവും മാക്സിമവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഒരു ഫംഗ്ഷനും കൂടെ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ കൗണ്ട് ഈഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ഇതല്ല, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. കൗണ്ട് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കിയേ. ഇറ്റ് ഗീവ്സ് ദ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്. ആ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ലിസ്റ്റിൽ എത്ര വാല്യൂസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൗണ്ടും കൗണ്ട് ഈഫും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. എന്താ കൗണ്ട് എന്ന് പറയുന്നത്, കൗണ്ട് ഈഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കൗണ്ട് ഈഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ദ നമ്പർ ഓഫ് ഓക്കറൻസസ് ഓഫ് വാല്യൂസ് ഇൻ എ ലിസ്റ്റ് ദാറ്റ് മാച്ചസ് എ ക്രൈറ്റീരിയ. അതിൻ്റെ അവിടെ ഒരു ക്രൈറ്റീരിയയും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൂടി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസിൻ്റെ കൗണ്ടാണ് കൗണ്ട് ഈഫിനകത്ത് വരിക. കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ജസ്റ്റ് ആ റേഞ്ചിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടോ, ഒരു കണ്ടീഷനും അവിടെ നോക്കുന്നില്ല, എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കാം. ദെൻ ഈക്വൽ ടു, എൻ്റെ സിൻടാക്സ് ഈക്വൽ ടു കൗണ്ട് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എക്സെട്ര, ഓർ ഈക്വൽ ടു കൗണ്ട് എൻ്റെ ബ്രാക്കറ്റിൽ റേഞ്ച് കൊടുത്തു. ദെൻ നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാം. കൗണ്ട് എന്ന് പറയുന്നതിനകത്ത് ഈ സെല്ലിനകത്ത് നമുക്ക് കൗണ്ട് കണ്ടുപിടിക്കാം. ഫംഗ്ഷൻ വിസാർഡ് എടുത്തു, അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ എടുത്തു, അവിടെ നമുക്ക് എന്ത് നോക്കാം, കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു. ദെൻ അതിനകത്ത് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇത്രയും സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ ഷ്രിങ്ക് ബട്ടനെ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ 6 നമ്പേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ആ റേഞ്ചിൽ ഉള്ളത്. അപ്പോൾ അതാണ് കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ 4 എണ്ണമാണുള്ളത്: ആവറേജ്, മാക്സ്, മിന്ന്, കൗണ്ട്. ദെൻ അതിൻ്റെ ചെക്ക് യുവർ സെൽഫ് ഒരു 3, 4, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ഇൻ എ റേഞ്ച് ഓഫ് സെൽ. ഒരു റേഞ്ച് ഓഫ് സെല്ലിലെ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? മാക്സ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഫൈൻഡ് ദ ലോവസ്റ്റ് വാല്യൂ ഫ്രം ദ സെറ്റ് ഓഫ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനാണ്? മിൻ ഫംഗ്ഷൻ.
Then third one, name the function to find the number of values in a range of cell. ഒരു റേഞ്ച് ഓഫ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് കൗണ്ട് ഫംഗ്ഷൻ. Then fourth one, write the function to display the average of 30, 50, 40, 45. ഇത്രയും നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഴുതണ്ടേ? ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റിനകത്ത് 30, 50, 40, 48. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നമ്പേഴ്സിൻ്റെ ആവറേജ് തരും. എങ്ങനെയാണ് ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ഇവിടെയാണ് ഈക്വൽ ടു കൊടുക്കുക, ആവറേജ് എന്ന് എഴുതുക, ആവറേജ്, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എത്രയൊക്കെയായിരുന്നു നമ്പേഴ്സ്? 30, 40, 50, 48 നമ്പേഴ്സ് ഇതൊക്കെയായിരുന്നു എന്ന് തോന്നുന്നു. ദെൻ ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ അത്രയും നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ് ഈ 42 എന്നും പറഞ്ഞ് കിടക്കുക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിത്ത് വാല്യൂ എ ഇൻ ദ റേഞ്ച് D3:D13. D3 തൊട്ട് D13 വരെയുള്ള നമ്പേഴ്സിൽ ആ ഒരു റേഞ്ചിൽ എ എന്ന് പറയുന്ന വാല്യൂസ് ഉള്ള, നമുക്കിപ്പോൾ ഇപ്പോൾ ഗ്രേഡ് ആണെന്ന് വിചാരിക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് ഗ്രേഡ് കണ്ടുപിടിച്ചിട്ട് ദെൻ അതിനകത്ത് എ എന്ന് പറയുന്ന വാല്യൂ എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക ഫങ്ഷൻ ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ യൂസ് ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ അല്ല. ഇവിടെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ എ ആയിരിക്കണം. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, അവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, എ ആണോ അല്ലയോ എന്നുള്ളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ അല്ല യൂസ് ചെയ്യുക. ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം? കൗണ്ട് ഈഫ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുക. അതേപോലെ അപ്പോൾ അത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഫംഗ്ഷൻ മാത്രം ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. ഇവിടെ ആദ്യം ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക, കൗണ്ട് ഈഫ് കൊടുക്കുക, കൗണ്ട് ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം അതിൻ്റെ റേഞ്ച് ഏതൊക്കെയായിരുന്നു? D3 തൊട്ട് എവിടെയാണ് പറഞ്ഞേക്കുന്നത്? D3 തൊട്ട് D13 വരെയുള്ള റേഞ്ച് കൊടുത്തു, കോമ കൊടുത്തു, ഡബിൾ കോട്ട്സിനകത്ത് എന്താണ് കണ്ടീഷൻ കൊടുക്കേണ്ടത്? ഈക്വൽ ടു സിംഗിൾ കോട്ട്സിനകത്ത് എ എന്ന് കൊടുക്കുക. അപ്പോൾ എ ഒരു സിംഗിൾ ക്യാരക്ടർ ആയതുകൊണ്ട് ദെൻ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ എ എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. ദെൻ കണ്ടീഷൻ കംപ്ലീറ്റ് ഡബിൾ കോട്ട്സിനകത്തും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം. ദെൻ ഇവിടെ D3 തൊട്ട് D13 വരെയുള്ള വാല്യൂസ് എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എന്താ പറയുക, D3 തൊട്ട് ഇവിടെ ഉള്ളൊരു നമ്പറാണ് ഇവിടെ കിടക്കുക. ഇതാണ് D3 തൊട്ട് D13 വരെയുള്ളത്, ഇത്രയും റേഞ്ചാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് എ എന്ന് പറയുന്ന വാല്യൂ ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ നമുക്ക് എവിടെ എന്തായിരിക്കും ആൻസർ വരിക? 0 എന്നായിരിക്കും ആൻസർ വന്നേക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു വർക്ക്ഷീറ്റ് വെച്ചിട്ട് കാണിച്ചു തന്നെ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ മാത്രം നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി. ഫംഗ്ഷൻ ഇതായത് കൗണ്ട് ഈഫ് D3:D13 കോമ ദെൻ ഡബിൾ കോട്ട്സിനകത്ത് ഈക്വൽ ടു എ എന്നുള്ളത് ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ സിംഗിൾ കോട്ട്സിനകത്തും കൂടെ എ എന്നുള്ളത് സിംഗിൾ കോട്ട്സിനകത്തും കൂടെ കൊടുക്കുന്നു. അപ്പോൾ അത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു D3 തൊട്ട് D13 വരെയുള്ള സെല്ലുകളിൽ എത്ര എ ഉണ്ട് എന്നുള്ള വാല്യൂ ആണ് ഇവിടെ വരിക. ഇവിടെ എ ഒന്നും ഇല്ലാത്തത് കാരണം ഇവിടെ 0 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ദെൻ അടുത്തത് നമുക്ക് നോക്കാം ലോജിക്കൽ ഫംഗ്ഷൻ. ലോജിക്കൽ ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു ചെക്കിംഗ് എ ടെസ്റ്റ് കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത്? ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുക. നമ്മൾ സ്കൂളിലൊക്കെ ഫിസിക്സിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആൻഡ്, ഓർ, നോട്ട് എന്നൊക്കെ പറഞ്ഞ് ഗേറ്റുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് 4 ഫങ്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈഫ്, ആൻഡ്, ഓർ, നോട്ട്, 4 ലോജിക്കൽ ഫങ്ഷൻസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ ടൈപ്പ് ഫങ്ഷൻസും ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയാമായിരിക്കണം. എക്സാമിന് ഇന്ന ടൈപ്പ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കൽ ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക.
അപ്പം നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ സിൻടാക്സ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ലോജിക്കൽ ഫങ്ഷൻസ്. അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ് ഈഫ് ഫങ്ഷൻ. ഇറ്റ് യൂസ്ഡ് ടു ടെസ്റ്റ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫങ്ഷനാണ് ഏത്, ഈഫ് എന്ന് പറയുന്ന function. If the condition is true, then one action is taken. If the condition is false, the other action is taken. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. ഈഫിൻ്റെ സിൻടാക്സ് നോക്കിക്കേ, ഈക്വൽ ടു ഈഫ്, ഇവിടെ ഈക്വൽ ടു ഈഫ് ടെസ്റ്റ്, ഒരു ടെസ്റ്റ് ആദ്യം കൊടുത്തു, ഒരു കണ്ടീഷൻ ആദ്യം കൊടുത്തു. ദെൻ വാല്യൂ കോമ അതർവൈസ് വാല്യൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ചെയ്യുന്നത്, ടെസ്റ്റ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യും, ആ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ വാല്യൂ റിട്ടേൺ ചെയ്യും, അല്ല എങ്കിൽ അതർവൈസ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ദ കണ്ടീഷൻ ക്യാൻ ബി ഇവാലുവേറ്റഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ലോജിക്കൽ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുന്ന 2 വാല്യൂസേ ഉള്ളൂ, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഇതിലേതെങ്കിലും 2 വാല്യൂ ആണ് ലോജിക്കൽ ഫംഗ്ഷന് റിട്ടേൺ ചെയ്യുക. ആൻഡ് ഓർ നോട്ടിന് ഈ 2 വാല്യൂസിൽ ഏതെങ്കിലും ആണ് റിട്ടേൺ ചെയ്യുക. ഈഫിന് മാത്രം ഒന്നിലെ ദെൻ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ അതർവൈസ് വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ആദ്യം ഇവാലുവേറ്റ് ചെയ്തു, ആ ടെസ്റ്റിന് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ എന്നാണ് കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ ദെൻ വാല്യൂ ഈസ് ഡിസ്പ്ലേഡ്. ദെൻ വാല്യൂ എന്തായിട്ടാണോ നമ്മൾ കൊടുത്തേക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്യും. ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, അതർവൈസ് വാല്യൂ ഈസ് ഡിസ്പ്ലേഡ് ആസ് ദ റിസൾട്ട്. ടെസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ അതർവൈസ് വാല്യൂ ആയിരിക്കും റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക. എക്സാമ്പിൾ, ഇഫ് K3 ഗ്രേറ്റർ ദാൻ 40, പാസ്, ഫെയിൽ. അപ്പം K3യിൽ കിടക്കുന്ന വാല്യൂ 40യേക്കാളും എബവ് ആണെന്നുണ്ടെങ്കിൽ പാസ് എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇനി 40യേക്കാളും ബിലോ ആണെന്നുണ്ടെങ്കിൽ ഫെയിൽ എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഈ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ആ കുട്ടി ഫെയിലാണോ പാസ്സാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഞാൻ ഹെഡിങ് കൊടുത്തു, പാസ് ഓർ ഫെയിൽ എന്നുള്ള ഹെഡിങ് കൊടുത്തു, P⁻F കൊടുത്തു. ദെൻ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്തു. ആ സെല്ലിനകത്ത് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ വിസാർഡ് എടുത്തു. ഫംഗ്ഷൻ വിസാർഡിൽ ലോജിക്കൽ ഫംഗ്ഷൻസ് എടുത്തു. അവിടെ കുറച്ച് ലോജിക്കൽ ഫംഗ്ഷൻസേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈഫ് സെലക്ട് ചെയ്തു. അപ്പോൾ ആദ്യം ടെസ്റ്റ് കൊടുക്കുവാണ്, കണ്ടീഷൻ കൊടുക്കുവാണ്. കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, J2വിൽ കിടക്കുന്ന വാല്യൂ, J2 ഇതാണ് ഈ ഫസ്റ്റ് പെർസെൻറ്റേജ്. J2വിൽ കിടക്കുന്ന വാല്യൂ ഒരു 60 എബവ് ആണ് എന്നുണ്ടെങ്കിൽ പാസ്. അത് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. J2 ഗ്രേറ്റർ ദാൻ 60 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. ദെൻ വാല്യൂ J2 ഗ്രേറ്റർ ദാൻ 60 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം, പാസ് എന്ന് വരണം. ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക, പാസ് എന്ന് വന്നു. ഓക്കെ, ദെൻ അതർവൈസ് വാല്യൂ എന്ന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഫെയിൽ. അതും ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ അതാ ഇവിടെ ഫെയിൽ ആവണേക്കുന്നത്. നമ്മൾ എന്താ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്, ഇതാ ഈ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തു. ഇതാ ഫംഗ്ഷൻ ഇതാ ഇവിടെ ഇൻപുട്ട് ലൈനിൽ കിടപ്പുണ്ട്. ഈഫ് J2 ഗ്രേറ്റർ ദാൻ 60, പാസ്, ഫെയിൽ. അപ്പോൾ J2വിൽ കിടക്കുന്ന വാല്യൂ 60യേക്കാളും എബവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പാസ് എന്ന് വരും, അല്ല എങ്കിൽ ഫെയിൽ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 51.48 ആണ് ഇവിടെ കിടക്കുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ ഫെയിൽ എന്ന് വന്നു. ദെൻ ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്ത് ആ ഫോർമുല നമ്മൾ താഴേക്ക് കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പാസ് എന്ന് വന്നു, ആദ്യത്തേത് മാത്രം ഫെയിൽ എന്ന് വന്നു. ബാക്കിയുള്ളതെല്ലാം 60 എബവ് ആണ്, അതുകൊണ്ട് ആ സ്റ്റുഡൻസ് എല്ലാം പാസ്സാണ്. ഫസ്റ്റ് സ്റ്റുഡൻറ്റ് മാത്രം 51 ആണ് അതിൻ്റെ പെർസെൻറ്റേജ്, അത് 60ൽ ബിലോയാണ്. ദെൻ ആ കുട്ടി മാത്രം ഫെയിലായി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് മെനി കണ്ടീഷൻ. ഒന്നിലധികം കണ്ടീഷൻസ് ഒരുമിച്ച് നമുക്ക് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ട്രൂ, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫാൾസ്. അതായത് ആൻഡ് കണ്ടീഷനിൽ
നമ്മൾ സാധാരണ ഒരു ആൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ആൻഡ് അടുത്തൊരു കാര്യം രണ്ടും കൂടെ ഒരുമിച്ച് പറയുന്നതിനാണ് ആൻഡ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആൻഡ് ഫംഗ്ഷനിൽ നമുക്ക് ബ്രാക്കറ്റിനകത്ത് ഒന്നിലധികം കണ്ടീഷൻസ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ നമുക്ക് എഴുതി കൊടുക്കാം. എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ അത് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ഫാൾസ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ദെൻ ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആൻഡ് ലോജിക്കൽ വാല്യൂ 1, ലോജിക്കൽ വാല്യൂ 2 എക്സെട്ര. ഒരു എക്സാമ്പിൾ നോക്കിയേക്കുവാണ്. ഈക്വൽ ടു ആൻഡ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, D3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, E3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, F3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20. എല്ലാ സബ്ജക്റ്റിനും എല്ലാ സെല്ലിലും കിടക്കുന്ന വാല്യൂസ് 20 എബവ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ? പാസ് എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ ട്രൂ എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. ദെൻ ഏതെങ്കിലും ഒരെണ്ണം 20 താഴെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വാല്യൂ വരുള്ളൂ. നമ്മൾ അതിൻ്റെ പാസ് ഓർ ഫെയിൽ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈഫും എന്താ പറയുക ആൻഡ് കൂടെ ഒരുമിച്ച് നെസ്റ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. അത് നമ്മൾ അടുത്ത 1-2 സെക്ഷനും കൂടെ കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നിലെ ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും വരിക. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ സബ്ജക്റ്റിനും ഒരു 40 എബവ് ഉണ്ടെങ്കിൽ മാത്രം അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഈക്വൽ ടു സിമ്പിൾ കൊടുത്തു. ഒന്നിലും നമുക്ക് ഫംഗ്ഷൻ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഫംഗ്ഷൻ വിസാർഡ് വഴി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈക്വൽ ടു ആൻഡ് കൊടുത്തു. ഈക്വൽ ടു ആൻഡ് ദെൻ ബ്രാക്കറ്റിൽ കണ്ടീഷൻ കൊടുക്കുവാണ്. എന്താ കണ്ടീഷൻ കൊടുക്കണേ? ഇവിടെ നമുക്ക് കിടക്കുന്നത് മാർക്സ് കിടക്കുന്നത് C2, D2, E2 കിടക്കുക. അപ്പോൾ നമുക്ക് C2 ഗ്രേറ്റർ ദാൻ 40, D2 ഗ്രേറ്റർ ദാൻ 40, E2 ഗ്രേറ്റർ ദാൻ 40, ഇനി ഏതാ F2 ഗ്രേറ്റർ ദാൻ 40, G2 ഗ്രേറ്റർ ദാൻ 40, ഏതൊക്കെ ഇപ്പോൾ G അല്ലേ, H2 ഗ്രേറ്റർ ദാൻ 40. ഇത്രയും കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. അപ്പോൾ ദാ ഫാൾസ് എന്ന് പറഞ്ഞു വന്നു. എന്താ അവിടെ സംഭവിച്ചേക്കണേ നോക്കിയേ. നമ്മളെല്ലാം C2 ഗ്രേറ്റർ ദാൻ 40, C2ലെ വാല്യൂ ഏതാ? 34 ആണ്. 34 ഒരിക്കലും ഗ്രേറ്റർ ദാൻ 40 അല്ല, ബിലോ 40 ആണ്, ലെസ് ദാൻ 40 ആണ്. അപ്പോൾ ഒരു കണ്ടീഷൻ അവിടെ ഫോൾസായി. ആദ്യത്തെ കണ്ടീഷൻ തന്നെ അവിടെ ഫോൾസായി. C2 ഗ്രേറ്റർ ദാൻ 40 എന്നുള്ളത് ഫോൾസായി. ദെൻ അടുത്തത് നോക്കിക്കേ, അടുത്തതും ഫോൾസ് തന്നെയാണ്. അപ്പോൾ ഒരെണ്ണം ഫോൾസായാൽ തന്നെ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് ആ ഫോർമുല കോപ്പി ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ഇതാ ഇവിടെ ട്രൂ വന്നു. ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും 40 എബവ് ആണ്, അപ്പോൾ അവിടെ ട്രൂ വന്നു. അടുത്തതിനകത്തുള്ള എല്ലാ വാല്യൂസും 40 എബവ് ആണ്, അവിടെയും ട്രൂ വന്നു. ഇവിടെയുള്ള വാല്യൂസ് ഒരു 34ഉം ഒരു 27ഉം കിടപ്പുണ്ട്, അപ്പോൾ അവിടെ ഫോൾസ് വന്നു. ഇവിടെ എല്ലാ വാല്യൂസും 40 ആണ്, അപ്പോൾ അവിടെ ട്രൂ വന്നു. ഇവിടെ എല്ലാ വാല്യൂസും 40 അല്ല, എബവ് 40 അല്ല, ഇവിടെ ഒരു 27 കിടപ്പുണ്ട്, അപ്പോൾ അവിടെ ഫോൾസ് വന്നു. ഓക്കെ, അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആൻഡ് വെച്ചിട്ട് കുറേ കണ്ടീഷൻസ്, നമുക്ക് എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഈ കണ്ടീഷൻസ് എല്ലാം ട്രൂ ആണെങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഈ ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്രൂ എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫോൾസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു കോളത്തിൽ യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ആൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഈ ഒരു കോളത്തിൽ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത കോളത്തിൽ എന്ത് യൂസ് ചെയ്യാം? ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഓർ എന്താണെന്ന് നോക്കുകയും, ഓർ ഫംഗ്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് മെനി കണ്ടീഷൻസ്. ഇത് നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇറ്റ് വിൽ റിട്ടേൺ ട്രൂ ഇഫ് എനി ഓഫ് കണ്ടീഷൻ ആർ ട്രൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇതിനകത്ത് ട്രൂ വന്നിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്
ട്രൂ ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി ഫാൾസ് ഇഫ് ഓൾ ദ കണ്ടീഷൻസ് ആർ ഫാൾസ്. ഈ ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫാൾസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എല്ലാ കണ്ടീഷൻസും ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഓർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഫാൾസ് റിട്ടേൺ ചെയ്യുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ട്രൂ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ട്രൂ എന്ന് പറയുന്ന വാല്യൂ തന്നെയായിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഓർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുത്തു. ഇവിടെ ഓർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് നമുക്ക് ഈക്വൽ ടു സിമ്പിൾ കൊടുത്തു. ദെൻ ഓർ എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? ബ്രാക്കറ്റിൻ്റെ അകത്ത് നമുക്ക് മാർക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ C2 ലെസ് ദാൻ 40 കോമ D2 ലെസ് ദാൻ 40 കോമ E2 ലെസ് ദാൻ 40 കോമ F2 ലെസ് ദാൻ 40 കോമ G2 ലെസ് ദാൻ 40 കോമ H2 ലെസ് ദാൻ 40. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്തു. ഇവിടെ ട്രൂ ആണ് വന്നേക്കുന്നത്. അതായത് ഇവിടെ ട്രൂ ആണെങ്കിൽ ആ കുട്ടി ഫെയിലാണ്. ആൻഡ് നമ്മൾ ചെയ്തപ്പം ഫാൾസ് ആണെങ്കിൽ ഫെയിലായിരുന്നു, ട്രൂ ആണെങ്കിൽ പാസ്സായിരുന്നു. ദെൻ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ട്രൂ ആണെങ്കിൽ ഫെയിലാണ്, ഫാൾസ് ആണെങ്കിൽ പാസ്സാണ്. ആ ഒരു തിരിച്ചു വരിക എന്ന് വെച്ചാൽ ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് 40ൽ താഴെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടീഷൻ നോക്കിക്കുക, എന്താ കൊടുത്തേക്കണം? C2 ലെസ് ദാൻ 20, D2 ലെസ് ദാൻ 40 ആണ്. C2 ലെസ് ദാൻ 40, D2 ലെസ് ദാൻ 40, E2 ലെസ് ദാൻ 40. അങ്ങനെ എല്ലാം 40ൽ ബിലോ ആണോ എന്നാണ് ചെക്ക് ചെയ്തേക്കണേ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ബിലോ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസ് ദാൻ 40 ആയിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ എന്തായിരിക്കും വന്നേക്കണേ? ട്രൂ ആണ് വന്നേക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് ഇത് ബാക്കിയുള്ളതിലോട്ട് താഴെയുള്ള സെല്ലിലോട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത രണ്ടും ഫാൾസ് വന്നു. അതായത് ഒരെണ്ണം പോലും എന്താണ്, ഈ കണ്ടീഷൻ ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, ഒരെണ്ണം പോലും 40ൽ താഴേക്ക് പോയിട്ടില്ല, എല്ലാം 40 എബവ് ആണ്. അപ്പോൾ എല്ലാ കണ്ടീഷനും ഫാൾസ് ആണ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വന്നേക്കുന്നത് ഫാൾസ്. ഇവിടെ നേരെ തിരിച്ചാണ് വന്നേക്കുക. അപ്പം ഓർ ഫംഗ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആവുള്ളൂ. എല്ലാ ഫംഗ്ഷനും ഫാൾസ് ആണെങ്കിൽ മാത്രം എന്താവും? അവിടെ റിട്ടേൺ ചെയ്യുന്നത് ഫാൾസ് ആവും. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ പറയുന്നത് നോട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ റിവേഴ്സ് ഓഫ് ലോജിക്കൽ ടെസ്റ്റ്. ഒരു ലോജിക്കൽ ടെസ്റ്റ് നടത്തി അതിൻ്റെ നേരെ റിവേഴ്സ് നമുക്ക് എടുക്കണം. ഇപ്പം ട്രൂ ആണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട വാല്യൂ, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട വാല്യൂ. അങ്ങനെ നമുക്ക് റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നോട്ട് ഫംഗ്ഷൻ. If the condition is true, note function return false. If the condition is false, note function return true. Condition true ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫോൾസ് ആയിരിക്കും. കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കും. സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു നോട്ട് ലോജിക്കൽ വാല്യൂ. അപ്പോൾ ആ ലോജിക്കൽ വാല്യൂ കൊടുത്തു. ദെൻ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഈ ഓർ ഫംഗ്ഷനകത്ത് കിടക്കുന്നത് ഇവിടെ നമുക്ക് നോട്ട് കൊടുക്കണം. നോട്ട് കൊടുത്തു. ദെൻ ഈക്വൽ ടു നോട്ട് നമുക്ക് M2ൽ കിടക്കുന്ന വാല്യൂ കൊടുക്കാം. M2ൽ എന്താണോ വാല്യൂ, M2ൽ കിടക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രൂ ആണ് ഇവിടെ കിടക്കുക M2ൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഫോൾസ് വരണം. ഇപ്പോൾ ഈക്വൽ ടു വന്നപ്പോൾ ഫോൾസ് വന്നു. അതായത് ഇവിടെ M2 എന്ന് പറയുന്നത് ഇതിൽ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ഇവിടെ വരും. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ട്രൂ ആണെങ്കിൽ ഫോൾസ്, ഫോൾസ് ആണെങ്കിൽ ട്രൂ. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ 4 ലോജിക്കൽ ഫങ്ഷൻസ്: ഈഫ്, ആൻഡ്, ഓർ, നോട്ട്. ദെൻ അതിൻ്റെ ചെക്ക് യുവർ സെൽഫ് നോക്കിക്കേ. ദ ഫങ്ഷൻ യൂസ്ഡ് ടു ടെസ്റ്റ് എ കണ്ടീഷൻ ഈസ് ഡാഷ്. ഒരു കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഈഫ് ഫംഗ്ഷൻ. മൾട്ടിപ്പിൾ ടെസ്റ്റ് കണ്ടീഷൻ ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ഡാഷ് ഫങ്ഷൻസ്. ഏതൊക്കെ ഫങ്ഷൻസ് ആണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്? ആൻഡ് അല്ലെങ്കിൽ ഓർ. ഇതിൽ രണ്ടിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് കമ്പൈൻ ചെയ്യാൻ പറ്റും. വിച്ച് ഫങ്ഷൻ ഈസ് യൂസ്ഡ് വൈൽ കമ്പൈനിങ് മോർ ദാൻ വൺ ടെസ്റ്റ് കണ്ടീഷൻ ആൻഡ് ദ റിസൾട്ട് വിൽ ബി ട്രൂ ഇഫ് എനി ഓഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ.
ഒന്നിലധികം കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാനും പറ്റണം, അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യാൻ പറ്റണം. അതേപോലെ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആയിരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഫംഗ്ഷൻ ഏതാണെന്ന്. ഏത് ഫംഗ്ഷനാണ്? ഓർ ഫംഗ്ഷൻ. Then fourth question, name the category of functions which returns either true or false as result. ഏത് കാറ്റഗറിയിലുള്ള ഫങ്ഷൻസ് ആണ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറഞ്ഞ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതെന്ന്. ഏത് കാറ്റഗറിയാ? ലോജിക്കൽ ഫങ്ഷൻസ്. ഓക്കെ, ദെൻ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഇതിപ്പോൾ നമ്മൾ വീണ്ടും കണ്ട് ഈ പാർട്ട് ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.